എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികൾ ഭരണ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ ദേവസ്വം ബോർഡ്. ദേവസ്വം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദേവന്റെ സ്വത്ത് എന്നാണ്. അപ്പൊ ആ സ്വത്തിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക, കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് സത്യത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് അതിന്റെ അധ്യക്ഷനാകേണ്ടത്. അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാരാണ് ഭരണസമിതിയിൽ ഉണ്ടാകേണ്ടത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ അതേ സംവിധാനം തന്നെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട്, അധർമ്മികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിറയുകയും അവരുടെ തോന്നിവാസം അവിടെ നടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. സത്യത്തിൽ ഇന്ത്യയിൽ ഇതേ സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മറ്റൊരു മൂവ്മെന്റ് ഉണ്ട്. ഒരു റിലീജിയസ് ഫംഗ്ഷന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു കാരണവശാലും ഒരു സെക്യുലർ സർക്കാരല്ല നടത്തേണ്ടത് എന്നുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ പറയുന്നത് നോക്കൂ. ഉണ്ണികൃഷ്ണൻ പോയിട്ട് നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ബോർഡിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2019 ഈ തട്ടിപ്പ് നടന്നത് എങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സാധനം ഇളക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുന്ന സമയത്ത് ഈ പഴയ വിജയൻ പുതിയ വിജയൻ എന്നൊക്കെ പറയുന്ന പോലെ പഴയ പോറ്റിയും പുതിയ പോറ്റിയും ഉണ്ടോ? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇന്ന് പോറ്റി ആരാണ്? ദേവസ്വം മന്ത്രിയായോ അതോ ശബരിമല തന്ത്രിയായോ? ഇത് രണ്ടും ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം വിടുവായത്തരം ഒക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് നിർവ്വാണം അടിക്കുന്നതിന് ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരാളാണ്. അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഈ ഹിന്ദുക്കളുടെ മൊത്തം പ്രതിനിധിയായിട്ട് ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കസ്റ്റോഡിയനായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കും. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ദേവസ്വം മന്ത്രിയെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പ്രതികരിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീതയിൽ നിന്നുള്ള അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഭക്തനെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതിന്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് യോന ഹൃഷ്യതി ന ദ്വേഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കാപട്യം കാണിക്കുന്നവനല്ല ഭക്തൻ. അപ്പൊ കാപട്യം കാണിക്കുന്നവനല്ല ഭക്തൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാപട്യത്തിനും ഈ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. പക്ഷെ ഇതിപ്പോ നടന്നിരിക്കുന്ന കാര്യമല്ല, നേരത്തെ തന്നെ നടന്നിരിക്കുന്ന അതിന്റെ ഒരു തുടർച്ച ആരും പിടിക്കാതെ പോയതുകൊണ്ട് നടത്തുന്നതാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇനി മുഖ്യമന്ത്രിക്കും പ്രതികരിക്കാൻ വയ്യ എങ്കിൽ ഞാൻ പറഞ്ഞത് ശബരിമലയിലെ കാര്യങ്ങളിൽ സർക്കാരിനെ ദേവസ്വം ബോർഡിനെ ഒക്കെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രണ്ട് കാരണവന്മാരുണ്ട് കേരളത്തിൽ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? അതിലൊന്ന് പെരുന്നയിലാണ്, മറ്റൊന്ന് കണിച്ചുകുളങ്ങരയിലാണ്. അവരെങ്കിലും പ്രതികരിക്കണം. അയ്യപ്പ ഭക്തരുടെ വോട്ടൊന്നും കോൺഗ്രസിനും BJPക്കും വേണ്ട എന്ന പ്രസ്താവന നടത്തിയിട്ട് വായിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക രണ്ടുപേരും. അവരെങ്കിലും ഇതിൽ പ്രതികരിക്കണം. സർക്കാരിനെ ദേവസ്വം ബോർഡിനെ ഒക്കെ ന്യായീകരിക്കണം. ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറയണം. നോക്കൂ, ഞാൻ പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ് എന്താണ്? വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തട്ടിപ്പ്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയ കക്ഷികളാ. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നതിന് കൃത്യമായി കോർട്ടിന്റെ പിന്തുണയോടുകൂടി കോർട്ട് തന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഏതായാലും എത്ര സ്വർണം എവിടെയൊക്കെ പൂശി എന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് ായിട്ട് പറയാൻ കഴിയുന്നില്ല. അത് പറയുന്നത് ആരാ? അല്പം മുമ്പ് കാണിച്ചതുപോലെ വിജയ് മല്യയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന എക്സ്പെർട്ട് പറയേണ്ടി വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? 2019 അതുവരെ സ്വർണമായിരുന്ന പാളികൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെമ്പായിട്ട് മാറുന്നത്? എന്നെ സംശയിക്കരുത്. ആ കമ്മ്യൂണിക്കേഷൻ ആര് പറഞ്ഞിട്ടാണ് തയ്യാറാക്കുന്നത്? ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭക്തര് മുഴുവൻ കാണുന്ന, ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിയാവുന്ന, ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും അത് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാരും എല്ലാം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഇത് ചെമ്പ് പാളിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇറക്കാൻ പറ്റുമോ? അതിന് തന്നാരും വിളിച്ചില്ല. അപ്പൊ അതിന് ബാക്കിംഗ് ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഇത് എങ്ങനെ അവതരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ അവതരിക്കുന്നത് നമുക്കറിയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു? അദ്ദേഹത്തിനെ എങ്ങനെ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇനി അവിടെ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ കോടതിയുടെ പെർമിഷൻ എടുത്തിട്ട് ദേവസ്വം ബോർഡ് നേരിട്ടിരുന്ന ഈ സാധനം അവിടെ കൊണ്ടുവന്ന് ചെന്നൈയിലെങ്കിൽ ചെന്നൈയിൽ വേറെ എവിടെയെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കാത്തത് എന്താണ്? പോറ്റി ഇതിൽ അങ്ങനെ കൊണ്ടുപോകാനും കഴിയില്ലെന്നാണല്ലോ ശ്രീജിത്ത് പറയുന്നത്. കൊണ്ടുപോകാനും കഴിയില്ല. കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അതിന് സാങ്കേതികമായിട്ടോ
അല്ലെങ്കിൽ പ്രായോഗികമായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും കോടതിയുടെയും പെർമിഷൻ വാങ്ങാമല്ലോ. എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് സ്വന്തം ഉത്തരവാദിത്തം ഇത് കൊണ്ടു കൊടുക്കുന്നതിന് പകരം ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ 10-40 ദിവസം ഈ സാധനം ഇരിക്കുകയാണെന്നേ, അയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഈ തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിനെ എഴുന്നള്ളത്ത് പോലെ കൊണ്ട് നടക്കുകയാണ്. അയ്യപ്പന്റെ രക്ഷാകർതൃ സ്ഥാനത്തുള്ള തന്ത്രിയുടെ വീട്ടിലോ ഈ സ്വർണം സമർപ്പിച്ചിരിക്കുന്ന വഴിപാടായി നൽകിയിരിക്കുന്ന വിജയ് മല്യയുടെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്വർണ്ണപ്പാളികളും മറ്റു കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് സിനിമാ നടനായിട്ടുള്ള ജയറാമിന്റെ വീട്ടിൽ പോകുന്നത്? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അതെങ്ങനെയാ കൊണ്ടുപോകുന്നത്? അതിന് ഇയാളെ എൻടൈറ്റിൽ ചെയ്ത് വിട്ടിരിക്കുന്നത് ആരാണ്? അയാൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? എനിക്ക് തോന്നുന്നിടത്തെല്ലാം കൊണ്ടുവെക്കാം എന്ന് അയാൾ തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് തിരികെ വരുന്ന സമയത്ത് ഈ കൊടുത്തുവിട്ട സാധനമാണോ ഈ തിരികെ കിട്ടിയിരിക്കുന്നത് എന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് അവിടെ നടന്നിട്ടുണ്ടോ? ഈ അളവ് തൂക്കത്തിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? 6 കൊല്ലം കഴിഞ്ഞ് 40 വർഷത്തേക്ക് വാറണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് മെയിൻ്റനൻസ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പൊ വീണ്ടും ഇളക്കി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുതിയ പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? വീണ്ടും ഇതേ പോറ്റിച്ചാട്ടനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് ക്രിമിനൽ തട്ടിപ്പ് മാത്രമല്ല, ശുദ്ധ തെമ്മാടിത്തമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ശുദ്ധ തെമ്മാടിത്തം, മറ്റൊരു വാക്കില്ല. നോക്കൂ, ഓരോ സമയത്തും ശബരിമലയുടെ കസ്റ്റോഡിയനാണ്, അവിടുത്തെ വിശ്വാസത്തിന്റെ കസ്റ്റോഡിയനാണ്, ആഗോള സന്ദേശമായിട്ട് ഇത് ലോകത്തിലേക്കെല്ലാം പോകണം എന്നൊക്കെ പറഞ്ഞ് ഉഗാണ്ടയിൽ നിന്ന് വരെ ആള് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ഇവർ ഈ തട്ടിപ്പ് നടത്തുക. ഇതേപോലെ ഇത് കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്താണ് അന്നത്തെ സാമ്പ്രദായികമായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങൾക്കും പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവർ ശബരിമലയിൽ യുവതീ പ്രവേശത്തിന്റെ ലംഘനം നടത്തിയിരുന്നതിന്റെ ചുവട് പിടിച്ചിട്ടാണ് അന്ന് ഈ തട്ടിപ്പ് നടത്താനായിട്ട് ഇരുന്നത് എങ്കിൽ ഇപ്പൊ പ്ലേറ്റ് മാറി. ഇന്ന് ഭക്തരുടെ ഒപ്പമാണ്, ഭക്തരുടെ വിശ്വാസത്തിനൊപ്പമാണ്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളൊഴിഞ്ഞ കസേരകളിട്ട് സംഗമം നടത്തിയിട്ട് ഈ പറയുന്ന കണിച്ചുകുളങ്ങളിലുള്ള ചേട്ടന്റെയും പെരുന്നയിലുള്ള ചേട്ടന്റെയും എല്ലാം പിന്തുണ നേടിയിട്ട് നോക്കൂ എല്ലാവരും ഞങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ തട്ടിപ്പ് കാണിക്കാം. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ശബരിമല വർഷത്തിൽ പണ്ടത്തേതുപോലെ ശബരിമലയിൽ വർഷത്തിൽ മാത്രമായിരുന്നു ഈ നട തുറക്കുന്നത് എങ്കിൽ അവിടെ അയ്യപ്പനുണ്ടോന്ന് ആരും? എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അവിടെ ഇരിക്കുന്ന വിഗ്രഹകുമാർ അടിച്ചു മാറ്റിയിട്ട് വേറെ മാറ്റി വെച്ചോന്ന് ആൾക്കാർ എങ്ങനെ അറിയും? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിശ്വാസം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ആൾക്കാർക്ക് സംശയം തോന്നി തുടങ്ങിയാൽ അത് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്താടാ കുറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട് ഇതിന്റെ വാല്യൂവിനെ കുറിച്ച് സത്യം പറഞ്ഞ ആർക്കും അറിയില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഇതിന്റെ സാങ്കേതിക ജ്ഞാനം ആർക്കും ഇല്ല. എല്ലാവരും ഇതിന്റെ പുറത്തെ സ്വർണം ചെറിയൊരു വിലയിലാണ് കൽപ്പിക്കുന്നത്. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. അതല്ല, ഇവിടെ വളരെ വളരെ വലുതായിട്ടുള്ള ഈ വിശ്വാസ തട്ടിപ്പുണ്ട്. അതിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢസംഘം തന്നെ ഉണ്ട്. അവർ ഈ ശബരിമല പോലത്തെ ആചാര കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ആചാര കേന്ദ്രങ്ങളെല്ലാം കരുവാക്കുന്നു. ഇത് വെറും പണത്തിന്റെയോ കാര്യമൊന്നുമില്ല. അയ്യപ്പന് കോടാനുകോടി രൂപ വരും, അത് ഇനിയും വരും, 1000 വിജയമലകൾ വരും. പക്ഷെ ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു രീതി ഒന്ന് കൊണ്ടുപോയി 2019 കൊണ്ടുവച്ചു. പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പൊ അടുത്ത 2020 തന്നെ അടുത്ത വർഷം തന്നെ ഇവർ കേടായെന്നാ പറയുന്നത്. ആപ്ലിക്കേഷൻ അന്നേ കൊടുത്തു എന്നാ പറയുന്നത്. 2023 കൊടുത്ത ആപ്ലിക്കേഷൻ ഇപ്പൊ പ്രോസസ് ആയ 2025. പലതരത്തിൽ ഇവരിങ്ങനെ പുറകെ നിൽക്കുവാണ് ഈ സാധനത്തിന് കൊടുത്ത് കാശ് മേടിക്കാനാ. കൊണ്ടുപോവാ, അടുത്ത മേടിക്കുക. എന്തായാലും സ്മാർട്ട് ക്രിയേഷൻ ഇത് തന്നെ ഉണ്ടാക്കി തരത്തില്ലല്ലോ. ഇപ്പോഴും വന്നിരിക്കുന്നത് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ കൊണ്ടുപോയത് അവർ ചെമ്പ് പൂശാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ കൊണ്ടുപോയത് ചെമ്പ് എങ്ങനെ പൂശി തന്നെ? അതും വേറൊരു മാറ്റിയിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് അയ്യപ്പാന്ന് വിളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നെ പോലുള്ള ആൾക്കാർക്ക്. അത് ബാക്കിയൊക്കെ അയ്യപ്പൻ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.